ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിലാണ് തലസ്ഥാന നഗരം. കേരളത്തിലെ ചുറ്റുമുള്ള എത്രയോ സ്ത്രീകൾ, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുന്നതും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത്. നമ്മൾ സാധാരണയായി പൊങ്കാല നടക്കുന്ന സമയത്ത് ഈ സിനിമ ആർട്ടിസ്റ്റുകൾ, സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ മീഡിയ കവർ ചെയ്യാറുണ്ട്. അതിലെപ്പോഴും ഒരു സ്ഥിര സാന്നിധ്യമായ മുഖമാണ് ചിപ്പി. ചിപ്പി ഇല്ലാതെ നമുക്കെന്ത് പൊങ്കാല? ആറ്റുകാൽ പൊങ്കാലയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ചിപ്പി എന്നും ചിപ്പിയുടെ പൊങ്കാല കാണാൻ വേണ്ടി മാത്രമായിട്ട് പൊങ്കാല ടി വിയിൽ കാണുന്ന ഒരു കണക്കിന് നമ്മൾ നോക്കാൻ പറ്റുന്ന ഒരു സമൂഹം ഉൾപ്പെടെ ഉള്ളത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ചിപ്പി പൊങ്കാല ഇടുന്ന വീഡിയോ ഒക്കെ തരംഗമാണ്. സ്വാഭാവികമായിട്ട് നാളെ പൊങ്കാല വരുമ്പോഴേക്കും ചിപ്പി ചേച്ചി ഉണ്ടാവുമോ, ചിപ്പി എവിടെയായിരിക്കും പൊങ്കാല ഇടുന്നത് എന്നത് മീഡിയ പ്രവർത്തകർ അന്വേഷിച്ച് നടന്ന് തുടങ്ങിയും കഴിഞ്ഞിരിക്കുന്നു. സാധാരണയായി ചിപ്പി പൊങ്കാല ഇടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ തന്നെ ആയിരിക്കും ചിപ്പി ഇത്തവണ എത്തുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും പൊങ്കാല ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഓർമ്മ വരുന്നത് ആറ്റുകാലമ്മയും പിന്നെ ഒന്ന് ചിപ്പി രഞ്ജിത്തിനെയുമാണ്. കഴിഞ്ഞ തവണ ചിപ്പി പൊങ്കാല ഇട്ടത് തുടരും സിനിമ സക്സസ് ആവണമേ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഇട്ടതെന്ന് ചിപ്പി പറഞ്ഞിരുന്നത്. ആറ്റുകാലമ്മ ആ പ്രാർത്ഥന കേട്ടു. 2025 ഏറ്റവും വലിയ വിജയമായിട്ട്, മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് തുടരും മാറിയത്. അപ്പോൾ നിന്ന് തുടങ്ങിയ സംശയമാണ് ഇത്തവണ ചിപ്പി ഇടുന്നത്, പൊങ്കാല ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളൊരു ചോദ്യവും സ്വാഭാവികമായിട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. ചിപ്പി കഴിഞ്ഞ വർഷമൊന്നുമല്ല പൊങ്കാല ഇടുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുന്നു. സ്ഥിര സാന്നിധ്യമാണ്. ഒരു പൊങ്കാല പോലും ചിപ്പി മിസ് ചെയ്യാറില്ല. സാധാരണയായിട്ട് ആ കോവിഡ് സമയത്ത് മാത്രമാണ് തോന്നുന്നു ഒരു പൊങ്കാല മിസ് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാ പൊങ്കാലകളും ചിപ്പി ഇടാറുണ്ട്. ആ ഐശ്വര്യം നിറയുന്ന മുഖം, ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം, പൊങ്കാലെടുപ്പിൽ ഇങ്ങനെ പുക വരുമ്പോൾ പോലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ മടി കാണിക്കാത്ത ചിപ്പി ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവർക്കും ബൈറ്റ് കൊടുക്കും, എല്ലാവരോടും സംസാരിക്കും. ചിപ്പി പൊങ്കാല ഇടുന്നത് കാണുമ്പോഴേ ഒരു ഐശ്വര്യമാണ്. പലരും ചിപ്പി പൊങ്കാല ഇടുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നവർ വരെയുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിപ്പി ആറ്റുകാൽ പൊങ്കാലയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് സോഷ്യൽ മീഡിയ വിളിക്കാറുണ്ട്. എന്തായാലും നമ്മൾ വളരെ ഐശ്വര്യത്തോടു കൂടി കാത്തിരിക്കുകയാണ് ആ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടും ചിപ്പി പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയും വേണ്ടിയിട്ട്. എന്നാലും എത്രാമത്തെ പൊങ്കാലയാണെന്ന് കഴിഞ്ഞ തവണയൊക്കെ തന്നെ എപ്പോഴും ചിപ്പിയെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യമാണ് എത്രാമത്തെ പൊങ്കാലയാണ് എന്നുള്ളത്. അപ്പോൾ ചിപ്പി പറയുന്നത് എത്രാമത്തെ പൊങ്കാലയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 20 വർഷം മേലെയായിട്ട് താൻ പൊങ്കാല ഇടുന്നുണ്ട്. ഒരുപാട് വർഷമായില്ലേ, എല്ലാ വർഷവും തുടർച്ചയായി പൊങ്കാല ഇടുന്നുണ്ട്. ചെറുപ്പം മുതൽ തന്നെ പൊങ്കാല ഇടുന്നതാണ്, ഇടയ്ക്ക് വിട്ടുപോയിട്ടുമുണ്ട്. അതുകൊണ്ട് കൃത്യമായി പറയാനാവില്ല. എന്നാലും ഓരോ തവണ വരുമ്പോഴും പുതുതായി വരുമ്പോലെയാണ് തോന്നാറുള്ളത്. ഇക്കൊല്ലവും തിരക്ക് നല്ല കൂടുതലാണ്. ക്ഷേത്രത്തിൽ പോയപ്പോഴൊക്കെ നല്ല തിരക്കുണ്ടെന്ന് കഴിഞ്ഞ വർഷം ചിപ്പി പറഞ്ഞിരുന്നു. ഇത്തവണയും സ്വാഭാവികമായിട്ടും ആറ്റുകാൽ പൊങ്കാലയാണ്, അതനുസരിച്ചുള്ള ഭക്തജനങ്ങളും ഉണ്ടാകും. എത്രയോ ജില്ലകളിൽ നിന്ന് വരുന്നവരുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് വരെ ഈ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് വരുന്നവർ മാത്രമായിട്ടുണ്ട്. അത്രമാത്രം വിശ്വാസമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമൂഹത്തിന്, ജനങ്ങൾക്ക് ഒക്കെ തന്നെയുള്ളത്. അമ്മ കേൾക്കും എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും തന്നെയാണ് ആളുകൾക്കുള്ളത്. പലരുടെയും ജീവിതത്തിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്രമാത്രം വിശ്വാസം ഏറുന്നതും ആളുകൾ കൂട്ടത്തോടെ വന്ന് പൊങ്കാല ഇടുകയും എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്നു, സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ചിപ്പിയിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞ വർഷം ചിപ്പി പൊങ്കാല ഇട്ടത് എന്തിനാണോ അത് ആറ്റുകാലമ്മ കേട്ട് അതനുസരിച്ച് 2025 മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിട്ട് തുടരും മാറി. ഇനി ഇത്തവണ എന്തായിരിക്കും വരുന്നത്? എന്തായാലും ചിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ആരാധകരുടെ കുത്തൊഴുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അതനുസരിച്ച് നാളെ എന്തായിരിക്കും, ചിപ്പി വരുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.